Hi. Next topic is Renjikutta method or RK method. Renjikutta method two types ഉണ്ട്. അതായത് second order Renjikutta method and fourth order Renjikutta method. Second order Renjikutta method is also known as modified Euler's method. Fourth order Renjikutta method is also known as classical Renjikutta method. വെറും രഞ്ജിക്കുട്ട മെത്തേഡിനെ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ അത് ഫോർത്ത് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡാണ്. സെക്കൻഡ് ഓർഡർ ചോദിച്ചാൽ സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡാണ്. അതേപോലെ മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാലും സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡാണ്. ക്ലാസിക്കൽ രഞ്ജിക്കുട്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫോർത്ത് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡാണ്. വെറും രഞ്ജിക്കുട്ട മെത്തേഡിനെ ക്വസ്റ്റിലുള്ളോ എങ്കിൽ അതും ഫോർത്ത് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡാണ്. നമുക്ക് ആദ്യം സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡിനെ കുറിച്ച് പഠിക്കാം. ഈ രഞ്ജിക്കുട്ട മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് രഞ്ജിക്കുട്ട മെത്തേഡും അതുപോലെ ഓയിലേഴ്സ് മെത്തേഡും യൂസ് ചെയ്യുന്നത്. രഞ്ജിക്കുട്ട മെത്തേഡിന്റെ സെക്കൻഡ് ഓർഡറാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? ഗിവൺ ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ട് y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. എന്താണ് y ഡാഷ്? ഡി വൈ ബൈ ഡി എക്സ്. ഇതെന്താണ്? ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് കണ്ടീഷൻ എന്താണ്? y ഓഫ് എക്സ് സീറോ ഈക്വൽ ടു വൈ സീറോ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇനിഷ്യൽ വാല്യൂ എക്സ് സീറോ ആണ്, വൈയുടെ ഇനിഷ്യൽ വാല്യൂ വൈ സീറോ ആണ്. The approximate values y1, y2, etc. of the solution y of x. ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് എന്താണ്? y1, y2, etc. ഇങ്ങനെ കുറെ ഇത് വരും. ഇനി എന്താണ്? x1 എന്ന് പറയുന്നത് എക്സിന്റെ ഇനിഷ്യൽ വാല്യൂ x0 ആണ്. ഒരു ഇൻക്രിമെന്റ് h ഉണ്ടായിരിക്കും. അപ്പൊ x1 എന്താണ്? x0 പ്ലസ് h ആണ്. x2 x1 പ്ലസ് h അങ്ങനെ പോകും. ആൻഡ് സോ ഓൺ. അപ്പൊ എക്സിന്റെ ഇനിഷ്യൽ വാല്യൂ ആണ് x0. h ഒരു ഇൻക്രിമെന്റ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ x1 എന്താണ്? x0 പ്ലസ് h ആണ്. x2 എന്താണ്? x1 പ്ലസ് h ആൻഡ് സോ ഓൺ. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡ് ആണെങ്കിൽ അവിടെ ഒരു k1 ഉം k2 ഉണ്ട്, പിന്നെ ഒരു yn പ്ലസ് 1 ഉണ്ട്. ഫോർത്ത് ഓർഡർ ആണെങ്കിൽ k1, k2, k3, k4 പിന്നെ ഒരു yn പ്ലസ് 1 ഉണ്ട്. അതാണ് ഫോർമുല ഡിഫറൻസ്. അപ്പൊ സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡില് k1 എന്താണ്? hf ഓഫ് xn yn. k2 എന്ന് പറയുന്നത് hf ഓഫ് xn പ്ലസ് h yn പ്ലസ് k1. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന yn പ്ലസ് 1 എന്താണ്? ഈക്വൽ ടു yn പ്ലസ് 1/2 ഓഫ് k1 പ്ലസ് k2. അപ്പൊ ഈ മൂന്ന് ഫോർമുലയും ബൈ ഹാർട്ട് ആയിരിക്കണം. ഇതാണ് എന്തിന്റെ ഫോർമുല? സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡ് ഓർ മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡിന്റെ ഫോർമുല. k1 ഉണ്ട്, k2 ഉണ്ട്, പിന്നെ ഒരു yn പ്ലസ് 1 ഉണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. യൂസ് രഞ്ജിക്കുട്ട മെത്തേഡ് സെക്കൻഡ് ഓർഡർ ഓർ മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y അറ്റ് x ഈക്വൽ ടു 0.25 ആൻഡ് x ഈക്വൽ ടു 0.5. ഗിവൺ dy ബൈ dx ഈക്വൽ ടു 2xy, y0 ഈക്വൽ ടു 1. നമുക്ക് ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. എന്താണ് തന്നിട്ടുള്ളത്? dy ബൈ dx ഈക്വൽ ടു 2xy എന്ന് പറഞ്ഞാൽ നമ്മൾ f ഓഫ് xy ഈക്വൽ ടു എടുക്കും. f ഓഫ് xy എന്താണ്? let f of xy equal to 2xy. നമുക്ക് ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യേണ്ടത്. എന്താണ് കണ്ടീഷൻ? y0 ഈക്വൽ ടു 1 എന്നുണ്ട്. എന്താണ് y0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ മീനിങ്? y0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ മീനിങ് എക്സിന്റെ ബിഗിനിങ് വാല്യൂ x0 0 ആണ്, വൈയുടെ ബിഗിനിങ് വാല്യൂ y0 1 ആണ്. കണ്ടീഷൻ അനുസരിച്ച് y0 ഈക്വൽ ടു 1 എന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? എക്സിന്റെ ഇനിഷ്യൽ വാല്യൂ x0 അത് 0 ആണ്, വൈയുടെ ഇനിഷ്യൽ വാല്യൂ y0 1 ആണ്. h തന്നിട്ടില്ല. h നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് y അറ്റ് x ഈക്വൽ ടു 0.25 ആൻഡ് x ഈക്വൽ ടു 0.5. എക്സിന് 0.25ഉം എക്സിന് 0.5ഉം വരുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് h എന്ന് പറഞ്ഞാൽ 0.25 തന്നെ എടുക്കാം. h എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് 0.25. അപ്പൊ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹെച്ചിന്റെ 0.25യുടെ വാല്യൂ കിട്ടും. എക്സ് 0.25യുടെ വാല്യൂ കിട്ടും.
രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എക്സിൻ്റെ 0.5ന്റെ വാല്യൂ കിട്ടും. അപ്പൊ രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്ത് നിൽക്കാം. അപ്പൊ നമ്മൾ h ഇവിടെ ചൂസ് ചെയ്താണ്. നമുക്ക് എക്സിന് 0.25ക്കും എക്സിന് 0.5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മൾ h ഇവിടെ 0.25 തന്നെ ചൂസ് ചെയ്തു. അപ്പൊ എന്താണ്, ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് x = 0.25ന്റെ വാല്യൂ കിട്ടും. അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് x = 0.5ന്റെ വാല്യൂ കിട്ടും. ഇനി എന്താണ്, സെക്കൻഡ് ഓർഡർ റേഞ്ച് കൂട്ടാൻ മെത്തേഡാണ്. അപ്പൊ എന്താണ്, k1 = ഫോർമുല k2 yn+1. ഇത്രയും ഫോർമുല നമ്മൾ എഴുതി വെക്കണം. ഫോർമുല എഴുതുമ്പോൾ തന്നെ ഒരു മാർക്ക് കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം, പുട്ട് n = 0. ഫസ്റ്റ് അപ്രോക്സിമേഷൻ ചെയ്യാനായിട്ട് പുട്ട് n = 0. നമുക്ക് n ന് 0 കൊടുക്കുമ്പോൾ ഇവിടെ k1 എന്ത് വരും, k1 എന്ന് പറയുന്നത് hf(x0, y0) ഇതല്ലേ. n ന് 0 കൊടുക്കുമ്പോൾ k1 = hf(x0, y0). അത് നമുക്ക് ആദ്യം ചെയ്യാം. h എന്താണ്, h എന്ന് പറഞ്ഞാൽ 0.25 ആണ്. f(x0) എത്ര, x0 0, y0 1. f(xy) എന്ന് പറയുന്നത് 2xy ആണ്. അപ്പൊ f(0, 1) എത്ര, 2 × 0 × 1 അല്ലേ. അതായത് 0.25 ഇൻറ്റു, അതായത് f(xy) എന്ന് പറയുന്നത് f(xy) എന്താണ്, f(xy) 2xy ആണ്. അപ്പൊ f(0, 1) എന്ത് വരും, 2 × 0 × 1 ആണ്. അപ്പൊ 0 ആണ് അല്ലേ. അപ്പൊ എന്ത് വരും, k1 0 എന്ന് കിട്ടി. k1 0. ഇനി k2 എന്താണ്, k2 എന്ന് പറയുന്നത് hf, നമ്മൾ n ന് 0 കൊടുക്കുകയാണ്. അപ്പൊ x0 + h, y0 + k1. ഇതാണ് ഫോർമുല. നമ്മൾ n ന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് hf(x0 + h, y0 + k1). ഈ എല്ലാ വാല്യൂസും കിട്ടിയായിരുന്നു. h എത്ര, h 0.25 ആണ്. f(x0) എത്ര, x0, x ന് ഇനിഷ്യൽ വാല്യൂ 0. 0 + h 0.25 ആണ്. y0 + k1. y0 എന്താണ്, y0 1 ആണ്. k1 എന്താണ്, നേരത്തെ കിട്ടിയ 0. അപ്പൊ എന്ത് വരും, 0.25 f(0.25, 1) എന്നാണ്. f(0.25, 1) എന്ത് വരും, f(xy) 2 × xy ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, ഒരു 0.25 വെളിയിലുണ്ട്, ഇൻറ്റു 2 × 0.25 × 1 എന്ന് വരും. ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 0.125. അപ്പൊ നമുക്ക് k1 കിട്ടിക്കഴിഞ്ഞു, k2 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്, yn+1 എന്ന് പറയുന്നത്, yn+1 ഇതല്ലേ. അവിടെ നമ്മൾ n ന് 0 കൊടുക്കുമ്പോൾ എന്താണ്, പുട്ട് n = 0 കൊടുക്കുമ്പോഴേ y1 = നമ്മൾ n ന് 0 കൊടുക്കുന്ന സ്റ്റെപ്പാണ് ആദ്യം ചെയ്യുന്നത്. n ന് 0 കൊടുത്ത് k1, k2, yn+1 ഇത്രയും കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ n ന് 0 കൊടുക്കുമ്പോൾ എന്താണ്, y1 = n ന് 0 അല്ലേ കൊടുത്തത്, y0 + 1/2 k1 + k2. y0 നമുക്കറിയാം, y0 1 ആണ്, പ്ലസ് 1/2 ഓഫ് k1 0 പ്ലസ് k2 0.125. അപ്പൊ കിട്ടുന്നത് 1.0625 എന്ന് കിട്ടും. ഇതിന്റെ പകുതിയെ നമ്മൾ ഈ 1 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1.0625 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്, y1 കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഈ y1 എന്ന് പറഞ്ഞാൽ, y0 1 ആണ്. y1 എന്ന് പറഞ്ഞാൽ y ഓഫ് ഈ 0.25 ആണ് കിട്ടിയത്. y ഓഫ് 0.25 ആണ് ഇപ്പൊ കിട്ടിയ 1.0625 ഉണ്ടോ. അപ്പൊ എന്താണ്, എക്സിന് 0.25 കൊടുത്തപ്പോൾ ഉള്ള കറസ്പോണ്ടിങ് y ആണ്. വെൻ x = 0.25, കറസ്പോണ്ടിങ് y = 1.0625. ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമുക്ക് എക്സിന് 0.5 കണ്ടുപിടിക്കണം. അതായത് അടുത്ത അപ്രോക്സിമേഷൻ ആയ ഫോർ n = 1. നമ്മൾ n ന് 1 കൊടുക്കുന്നു. n ന് 1 കൊടുക്കുമ്പോൾ നമ്മുടെ k1 എന്താണ്, ഇതെല്ലാം മാറി വരും.
നമ്മൾ എന്നിന് 1 കൊടുക്കുമ്പോൾ ഉള്ള K1 എന്നിന് 1 കൊടുക്കുമ്പോൾ K1 എന്താണ്? HF of x1 by 1. HF of x1 by 1. എന്നിന് 1 കൊടുത്തപ്പോൾ ഉള്ളതാണ്. H എത്ര? 0.25. F of x1 by 1. എന്താണ് x1? x1 എന്ന് പറഞ്ഞാൽ x0 plus h ആണ്. x0 എത്രയായിരുന്നു? x0 0 ആയിരുന്നു. 0 plus h 0 plus 0.25. അപ്പൊ x1 എത്ര? 0.25 ആണ്. അങ്ങനെയാണെങ്കിൽ x2 എത്ര? x2 എത്രയായിരിക്കും? x1 plus h ആണ്. x1 plus h അതായത് 0.25 plus 0.25 അതായത് 0.50 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താണ്? 0.25 into f of x1 0.25 ആണ്. y1 എന്താണ്? y1 തൊട്ട് മുന്നേ കിട്ടിയ y1 1.0625 1.0625 അതായത് 0.25 into എന്താണ്? f of xy. f of xy എന്ന് പറയുന്നത് 2 into x into y ആണ്. അപ്പൊ f of 0.25 into 1.0625 എന്താണ്? 2 into 0.25 into 1.0625 ഇത്ര ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന K1 എന്ന് പറയുന്നത് 0.1328 ആണ്. K1 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള K2 കണ്ടുപിടിക്കണം. K2 എന്താണ് K2? ആ K2ലും നമുക്ക് എന്നിന് 1 കൊടുക്കണം. K2 എന്ന് പറയുന്നത് നമ്മൾ K1 കണ്ടുപിടിച്ചു കഴിഞ്ഞു. K2 എന്നിന് 1 കൊടുക്കുമ്പോൾ ഉള്ളതാണ്. K2 എന്ത് വരും? HF of എന്നിന് 1 x1 plus h x1 plus h ഇവിടെ എന്താണ്? y1 plus K1 എല്ലാ വാല്യൂസും കിട്ടിയതായിരുന്നു. h എന്താണ്? 0.25. f of x1 എത്ര? x1 0.25 ആണ്. 0.25 plus h 0.25 വീണ്ടും ആഡ് ചെയ്തു. കോമ എന്താണ്? y1 നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയായിരുന്നു. ഇതാണ് y1 1.0625 പ്ലസ് K1 ഈ K1 0.1328 അപ്പൊ എന്ത് വരും? 0.25 f of ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.5 കോമ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 1.1953 f of xy എന്ന് പറയുന്നത് 2 into xy ആണ്. അപ്പൊ f of ഇത് എന്ത് വരും? 2 into 0.5 into 1.1953 അല്ലേ? 0.25 into 2 into 0.5 into 1.1953 അപ്പൊ എന്ത് വരും? K2 എന്ന് പറയുന്നത് 0.2988 എന്ന് വരും. 0.2988 എന്ന് വരും. അപ്പൊ K1 കിട്ടിക്കഴിഞ്ഞു, K2 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? yn+1 ഫോർമുല കൊടുക്കുക. അതായത് അവിടെയും n നമ്മൾ 1 കൊടുക്കും. പുട്ട് n = 1. ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് n = 0 വെച്ച് നമ്മൾ K1 ഉം K2 ഉം ആ yn+1 കണ്ടുപിടിച്ചു. സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്താണ്? n-ന് 1 കൊടുത്തിട്ട് K1 ഉം K2 ഉം വീണ്ടും yn+1 കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ എന്താണ്? y2 = n-ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് y2 = y1 plus 1/2 K1 plus K2 ഇതാണ് ഫോർമുല. y1 എന്താണ്? y1 1.0625 ആണ്. 1.0625 പ്ലസ് 1/2 ഓഫ് K1 എത്ര? 0.1328 പ്ലസ് K2 തൊട്ട് മുന്നേ കിട്ടിയായിരുന്നു 0.2988. ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.2783 എന്നാണ്. ഇതെന്താണ് കിട്ടിയത്? y2 = 1.2783 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? y of 0.5ന്റെ വാല്യൂ ആണ് കിട്ടിയത്. y of 0.5 = 1.2783 എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ ആദ്യം എന്താണ് കണ്ടുപിടിച്ചത്? നമുക്ക് y0 = 1 എന്നുണ്ടായിരുന്നു. y0 = 1 എന്നുണ്ടായിരുന്നു.
നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ചെയ്തപ്പോൾ കിട്ടിയ എന്താണ് y ഓഫ് 0.25 ആണ് കിട്ടിയത്. അതായത് എക്സിന് 0.25 കൊടുക്കുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് y വാല്യൂ ആണ് ആദ്യം കിട്ടിയ 1.0625. സെക്കൻഡ് അപ്രോക്സിമേഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് y ഓഫ് 0.5 എന്താണ് ഇപ്പൊ കിട്ടിയത് 1.2783. 1.2783 നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വേണമെങ്കിൽ ഒരു ടേബിൾ ആയിട്ട് ഫോം ചെയ്യാം. എങ്ങനെ വരും? എക്സ് വാല്യൂസ് കറസ്പോണ്ടിങ് y വാല്യൂസ്. എക്സിന് 0 കൊടുത്തപ്പോൾ y 1 ആയിരുന്നു, അതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. അടുത്ത് എക്സിന് 0.25 കൊടുത്തപ്പോൾ കിട്ടി എന്താണ് 1.0625 എന്ന് കിട്ടി. അടുത്തെന്താണ് എക്സിന് 0.5 എന്ന് കൊടുത്തപ്പോൾ കിട്ടിയ കറസ്പോണ്ടിങ് y ആണ് 1.2783. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. യൂസിംഗ് മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് ഓർ സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡ് സോൾവ് dy by dx equal to y minus x square plus 1. കണ്ടീഷൻ ഉണ്ട് y0 equal to 0.5, 0 less than or equal to x less than or equal to 0.6, taking step size h equal to 0.2. മെത്തേഡ് പറയുന്നുണ്ട് എന്താണ് മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് ഓർ സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡ്. അപ്പൊ അതിന്റെ ഫോർമുല എഴുതി. K1 എന്ന് പറയുന്നത് h into f of xn by n, K2 എന്ന് പറയുന്നത് h into f of xn plus h yn plus K1, yn plus 1 എന്ന് പറയുന്നത് yn plus 1/2 of K1 plus K2. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമുക്ക് f of xy എന്ന് എടുക്കാം. ലെറ്റ് f of xy ഈക്വൽ ടു y മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എടുക്കാം. ഇനി എന്തറിയാം? നമുക്കറിയാം y0 ഈക്വൽ ടു 0.5 ആണെന്ന് അറിയാം. ഇതിന്റെ മീനിങ് എന്താണ്? y0 ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എക്സിന്റെ ഇനിഷ്യൽ വാല്യൂ x0 0 ആണ്, വൈയുടെ ഇനിഷ്യൽ വാല്യൂ y0 0.5 ആണ്. y0 ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എക്സിന്റെ ഇനിഷ്യൽ വാല്യൂ x0 0 ആണ്, വൈയുടെ ഇനിഷ്യൽ വാല്യൂ y0 0.5 ആണ്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0.5 കിട്ടുമെന്നാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0.5 കിട്ടും. എന്ത് പറയുന്നുണ്ട്? എക്സിന്റെ വാല്യൂ 0ക്കും 0.6നും ഇടയ്ക്കുള്ള നമുക്കൊരു ടേബിൾ കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് സൈസ് h പറഞ്ഞിട്ടുണ്ട് 0.2 വന്നു. അപ്പൊ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് y0 ഈക്വൽ ടു 0.5 എന്ന് അറിയാം. ഫസ്റ്റ് അപ്രോക്സിമേഷൻ കഴിയുമ്പോൾ കിട്ടുന്നത് y ഓഫ് 0.2 ആണ്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ കഴിയുമ്പോൾ, അതായത് n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്നത് y ഓഫ് 0.2, n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് y ഓഫ് 0.4 ആണ്. അടുത്തത് n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ കിട്ടുന്നത് y ഈക്വൽ ടു 0.6 ആണ്. അപ്പൊ നമുക്ക് n-ന് 0യും n-ന് 1ഉം n-ന് 2 വരെയും കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് y ഓഫ് 0.6 വരെയുള്ള വാല്യൂ കിട്ടും. ചെയ്യാം. ആദ്യം എന്താണ്? പുട്ട് n ഈക്വൽ ടു 0. പുട്ട് n ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ K1 എന്താണ്? K1 ഈക്വൽ ടു hf ഓഫ് x0 y0. K2 എന്താണ്? hf ഓഫ് x0 പ്ലസ് h y0 പ്ലസ് K1. ഫോർമുല എല്ലാം ഒരുമിച്ച് എഴുതാം. അടുത്ത് yn പ്ലസ് 1ന് n 0 കൊടുക്കുമ്പോൾ എന്താണ്? y1 ഈക്വൽ ടു y0 പ്ലസ് 1/2 ഓഫ് K1 പ്ലസ് K2. കണ്ടോ? ഫോർമുല എല്ലാം ഒരുമിച്ച് എഴുതി. ഇനി നമുക്ക് n-ന് 0 കൊടുത്ത് ചെയ്യാം. n ഈക്വൽ ടു 0. നമ്മൾ അതല്ലേ ഇതിന്റെ ഫോർമുല എഴുതിയത്. അപ്പൊ K1 എന്താണ്? നമുക്ക് ആദ്യം K1 ചെയ്യാം. K1 എന്ന് പറയുന്നത് hf ഓഫ് x0 y0 എന്നാണ്. hf ഓഫ് x0 y0. h അറിയാം 0.2. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.2 ആണ്. അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാം. 0.2 എന്നോ 0.3 എന്നോ 0.1 എന്നോ ചൂസ് ചെയ്യാം. 0.1 എടുക്കണമെങ്കിൽ എന്താണ് പ്രശ്നം? 0.1 എന്ന് എടുക്കണമെങ്കിൽ 6 സ്റ്റെപ്പ് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ ആൻസർ. 0.3 ചൂസ് ചെയ്യുകയാണെങ്കിൽ 2 സ്റ്റെപ്പ് ആകുമ്പോൾ ആൻസർ കിട്ടും. 0.6 തന്നെ ചൂസ് ചെയ്യണമെങ്കിൽ 1 സ്റ്റെപ്പിൽ കിട്ടും. ഇവിടെ തന്നിട്ടുണ്ട് h ഈക്വൽ ടു 0.2 എന്ന്. അപ്പൊ അങ്ങനെ എന്താണ്? 0.6 വരണമെങ്കിൽ 3 തവണ ചെയ്യണം. അപ്പൊ K1ന്റെ ഫോർമുല എടുത്തു. f ഓഫ് x0 അത്ര? x0 ഇനിഷ്യൽ വാല്യൂ 0 ആണ്. y0 വൈയുടെ ഇനിഷ്യൽ വാല്യൂ 0.5 ആണ്. അതായത് 0.2 ഇൻറ്റു f ഓഫ് xy എന്ന് പറയുന്നത് ഇതാണ്. y മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്കിത് കൊടുക്കാം ഈ വാല്യൂസ്. അതായത്
y മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 y എന്ന് പറയുന്നത് 0.5 മൈനസ് എക്സ് സ്ക്വയർ എക്സ് 0 സ്ക്വയർ പ്ലസ് 1 ഇതാണ്. അപ്പൊ എന്ത് വരും? 0.2 ഇൻറ്റു 1.5 എന്ന് കിട്ടും. മൈനസ് 1 ആണേ അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.3 എന്ന് കിട്ടും. 0.3 1.5ന്റെ 0.3 എന്ന് കിട്ടി. ഇനി അടുത്തെന്താണ്? K2 വരുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇവിടെ വീണ്ടും ഇതല്ലേ ഫോർമുല, HF ഓഫ് x0 പ്ലസ് h y0 പ്ലസ് k1 ആണ്. നമുക്ക് ഈ വാല്യൂസ് കൊടുക്കാം. h 0.2 ആണ്. f ഓഫ് x0 0 പ്ലസ് h 0.2. അപ്പൊ എന്താണ്? x0 പ്ലസ് h 0.2 ആണ്. y0 പ്ലസ് k1 y0 0.5 ആണ്. y0 0.5 പ്ലസ് 0.3 എന്ത് വരും? 0.8 ആണ്. ഇതേപോലെ ഈ ഫോർമുലക്കകത്ത് കൊടുക്കാം. എന്ത് വരും? അതായത് 0.2 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് y മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് y മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0.2, 0.8 എന്താണ്? y മൈനസ് y 0.8 മൈനസ് എക്സ് സ്ക്വയർ 0.2ന്റെ സ്ക്വയർ പ്ലസ് 1 ആണ്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ K2 എന്ന് പറയുന്നത് 0.352 ആണ്. ഈ എന്താണ് നമ്മുടെ y1 ഈക്വൽ ടു എന്ത് വരും? y0 പ്ലസ് 1/2 ഓഫ് k1 പ്ലസ് k2 എന്നാണ്. എന്ത് വരും? y0 yയുടെ ഇനിഷ്യൽ വാല്യൂ 0.5 പ്ലസ് 1/2 ഓഫ് k1 ഉം k2 ഉം കിട്ടി കഴിഞ്ഞു. k1 0.3 k2 0.352 ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് വാല്യൂ ആണ് y1 എന്ന് പറയുന്നത് 0.826. ഇതെന്താണ് കിട്ടിയത്? y ഓഫ് 0.2 ആണ് കിട്ടിയത്. y ഓഫ് 0.2 ആണ് 0.826 ആണ് കിട്ടിയത്. y ഓഫ് 0.2 കിട്ടി 0.826. ഇനി അടുത്ത് എന്ത് ചെയ്യും? ഇതേപോലെ n ഈക്വൽ ടു 1 കൊടുത്ത് ചെയ്തു കളയാം. n ഈക്വൽ ടു 1 കൊടുത്ത് വരുമ്പോഴത്തേക്ക് പുട്ട് n ഈക്വൽ ടു 1 1 കൊടുക്കുമ്പോൾ എന്താണ്? n 1 കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ k1 എന്ന് പറയുന്നത് hf ഓഫ് x1 by 1 k2 എന്താണ്? hf ഓഫ് x1 പ്ലസ് h by 1 പ്ലസ് k1. ഇവിടെ എന്ത് വരും? y1 ഈക്വൽ ടു y1 അല്ല, അടുത്ത് പറഞ്ഞ എന്താണ്? yn പ്ലസ് 1 n ന് 1 കൊടുക്കുമ്പോൾ y2 ഈക്വൽ ടു y1 പ്ലസ് 1/2 k1 പ്ലസ് k2 എന്ന് കിട്ടും. അപ്പൊ ഇനി ഓർഡർ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. ആദ്യം k1 കണ്ടുപിടിക്കണം. k1 എന്താണ്? k1 എന്ന് പറയുന്നത് ഇതാ കിടക്കുന്നു hf ഓഫ് x1 by 1 hf ഓഫ് x1 by 1 h 0.2 f ഓഫ് x1 എത്ര? x1 എന്ന് പറയുന്നത് x0 പ്ലസ് h ആണ്. അത് കൂടെ ഇവിടെ എഴുതാം. x0 എന്ന് പറയുന്നത് 0 ആണല്ലോ. x1 എന്ന് പറയുന്നത് x0 പ്ലസ് h ആണ്, അതായത് 0.2 ആണ്. x2 എന്ന് പറയുന്നത് x1 പ്ലസ് h ആണ്, അപ്പൊ 0.2 പ്ലസ് 0.2 0.4. x3 എന്ന് പറയുന്നത് x2 പ്ലസ് h ആണ്, അതായത് 0.6. ഇതും കൂടെ വേണം. അപ്പൊ x1 എന്താണ്? x1 0.2. y1 എന്താണ്? yക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ആണ് 0.826. നമ്മുടെ ഫംഗ്ഷനകത്ത് കൊടുക്കാം. ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? y മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, അതായത് 0.2 ഇൻറ്റു y മൈനസ് 0.826 മൈനസ് എക്സ് സ്ക്വയർ 0.2ന്റെ സ്ക്വയർ പ്ലസ് 1 ആണ്. ഇതിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന k1 വാല്യൂ 0.4046. ഇനി അടുത്ത് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് k2 കണ്ടുപിടിക്കും. k2 എന്ന് പറയുന്നത് വീണ്ടും ഫോർമുലയുണ്ട്. k2 എന്ന് പറയുന്നത് എന്താണ്? hf ഓഫ്
x1 പ്ലസ് h y1 പ്ലസ് k1 ആണ്. h 0.2 f ഓഫ് x1 അറിയാം 0.2 എന്ന്. 0.2 പ്ലസ് 0.2 കോമ y1 എന്താണ്? yക്ക് നേരത്തെ കിട്ടിയ വാല്യൂ 0.826 0.826 പ്ലസ് k1 0.4046. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.2 f ഓഫ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.4 കോമ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് k2നാണ് 1.6163. നമുക്ക് ഇതിന്റെ വാല്യൂ കൊടുക്കാം 0.2 ഇൻറ്റു എഫ് ഓഫ് ഇതെന്താണ്? y മൈനസ്, അതായത് 1.6163 മൈനസ് ഈ 0.4ന്റെ സ്ക്വയർ പ്ലസ് 1 ആണ്. നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് നമ്മൾ എക്സിന് പുതിയ വാല്യൂവും വൈക്കും പുതിയ വാല്യൂ കൊടുക്കും, അതേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇതാണ്. ഇതിനകത്ത് എക്സിന് 0.4 എന്നും വൈക്ക് 1.6163 കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അടുത്ത് k2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4513. ഇനി എന്തും കൂടെയാണ്? ഇനി നമ്മുടെ y2ന്റെ ഫോർമുല ഉണ്ടല്ലോ. y2 എന്താണ്? y2 ഈക്വൽ ടു y1 പ്ലസ് 1/2 ഓഫ് k1 പ്ലസ് k2. എന്ത് വരും? y1 എന്ന് പറയുന്നത് yക്ക് നേരത്തെ കിട്ടിയ വാല്യൂ 0.826 പ്ലസ് 1/2 ഓഫ് k1 0.4046 പ്ലസ് k2 0.4513. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1.6372. ഇതെന്താണ് കിട്ടിയത്? y2 എന്ന് പറഞ്ഞാൽ y ഓഫ് അടുത്ത വാല്യൂ 0.4ന്റെ ആണ് കിട്ടിയത്. y ഓഫ് 0.4ന്റെ വാല്യൂ ആണ് കിട്ടിയത് 1.6372 എന്ന് കണ്ടോ. y ഓഫ് 0.4ന്റെ വാല്യൂ ആണ് 1.6372. ഇനി ഒരു അപ്രോക്സിമേഷൻ കൂടെ ചെയ്താൽ മതി. അതായത് വെൻ k ഈക്വൽ ടു 2, kക്ക് 2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും k1 ഉം k2 ഉം k3 കിട്ടും. വെൻ kക്കല്ല n, നമ്മൾ n 0 ചെയ്തു, n 1 ചെയ്തു, ഇനി n 2 ചെയ്യാണ്. വെൻ n ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ k1 എന്താണ്? നമ്മൾ തൊട്ട് മുന്നേ ചെയ്തപ്പോൾ k1 k2 വാല്യൂ ഒന്ന് മാറിപ്പോയി. ഞാൻ അടുത്ത n ഈക്വൽ 2ന്റെ വാല്യൂസ് ആണ് എഴുതി വെച്ചത്. അപ്പൊ നേരത്തെ ചെയ്ത കാര്യം എന്താണ്? നേരത്തെ n ഈക്വൽ ടു 1 ചെയ്യുമ്പോൾ k1 കിട്ടുന്നത്, ചെയ്യേണ്ട പ്രൊസീജിയറൊക്കെ പഴയ തന്നെയാണ്. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ k1 കിട്ടുന്നത് 0.3572 എന്നാണ്. 0.3572. അതേപോലെ k2 ഞാൻ മാറ്റായിരുന്നു. k2 എന്ന് പറയുന്നത് 0.4046. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന y2 എന്ന് പറയും, y2 അല്ലല്ലോ y1, y2 എന്ന് പറയുന്നത് 1.20269 എന്ന് കിട്ടും. 1.2069. അപ്പൊ ഈ വാല്യൂസ് മാറിപ്പോയി. k1 എഴുതിയ വാല്യൂ മാറിപ്പോയി, k2 മാറിപ്പോയി, കറസ്പോണ്ടിങ് y2 മാറിപ്പോയി. അപ്പൊ എന്താണ്? പുട്ടി n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന k1ന്റെ ആൻസർ 0.3572 ആണ്. k2ന്റെ വാല്യൂ 0.4046 ആണ്. അടുത്ത് y2 വരുന്നത് 1.2069 ആണ്. അപ്പൊ എന്താണ്? നമുക്ക് y2 എന്ന് പറയുന്നത് ഈ വാല്യൂ അത് കിട്ടി. എന്താണ്? 1.2069 ആണ് കിട്ടിയത്. അതായത് y2 അവിടെ ഉണ്ടായിരുന്നു. y2ൽ എന്താണ്? ഇതാണ്ട ഫോർമുല ഇതാണ്. നമ്മളെ k2 k1 ഒക്കെ മാറിപ്പോയി. k1 എന്താണ്? 0.3572 പ്ലസ് k2 0.4046. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 1.2069. അതായത് y ഓഫ് 0.4 എന്ന് പറയുന്നത് 1.2069. സോറി, കുറച്ചൊന്ന് മാറിപ്പോയി. ഇനി എന്താണ്? n2 കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും k1ന് ഫോർമുല വരും. k1 എന്താണ്? h f ഓഫ് n2 ആണ്. അപ്പൊ x2 y2, h f ഓഫ് x2 y2
എന്ത് വരും? h എന്ന് പറയുന്നത് 0.2. എഫ് ഓഫ് x2 എത്ര? x2 എന്ന് പറയുന്നത് 0.4 ആണ്. y2 എത്ര? y2 എന്ന് പറഞ്ഞാൽ y ഇപ്പം കിട്ടിയ വാല്യൂ ആണ് 1.2069. ഇതിന് കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് നേരത്തെ എഴുതിയത് 0.4094. 0.4094 എന്ന് കിട്ടും. ഇനി അടുത്തെന്താണ്? K2 എന്ന് പറയുന്നത് h എഫ് ഓഫ് x2 പ്ലസ് h അല്ലേ? x2 പ്ലസ് h കോമ y2 പ്ലസ് k1. ഇതാണ് h എന്ന് പറയുന്നത് 0.2. എഫ് ഓഫ് x2 എത്ര? x2 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 0.4 പ്ലസ് 0.2 0.6 കോമ y2 പ്ലസ് k1. y2 എന്താണ്? y2 എന്ന് പറയുന്നത് y2 1.2069 പ്ലസ് k1. k1 ഇപ്പൊ കിട്ടിയ k1 ആണ് 0.4094. ഇത് കൊടുക്കുമ്പോൾ വീണ്ടും വാല്യൂ കിട്ടും 0.4513. അപ്പൊ എന്താണ്? അപ്പൊ k1ന്റെ വാല്യൂ കിട്ടി, k2ന്റെ വാല്യൂ കിട്ടി. ഇനി y2 എന്ന് പറയുന്നത് y2 ആണോ? ഇനി അടുത്ത വരുന്നത് y3 ആണ്. നമ്മൾ n-ന് 2 അല്ലേ കൊടുക്കുന്നത്? n+1. അപ്പം y3 എന്ന് പറയുന്നത് y2 പ്ലസ് 1/2 ഓഫ് k1 പ്ലസ് k2 ആണ്. y2 തൊട്ട് മുന്നേ കിട്ടിയ 1.2069 പ്ലസ് 1/2 ഓഫ് എന്താണ്? k1. ഇപ്പൊ കിട്ടിയ k1 ഉം k2 നേരത്തെ കിട്ടിയതല്ല, ഇപ്പൊ കിട്ടിയ k1 ഉം k2 ഉം 0.4094 പ്ലസ് 0.4513. നമുക്ക് വാല്യൂ കിട്ടും 1.6372. ഇതെന്താണ്? y ഓഫ് 0.6ന്റെ വാല്യൂ ആണ് കിട്ടിയത്. y ഓഫ് 0.6ന്റെ വാല്യൂ ആണ് 1.6372. അപ്പൊ എന്തെല്ലാം കിട്ടിക്കഴിഞ്ഞു? നമുക്ക് y0 ഈക്വൽ ടു 0.5 ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കഴിഞ്ഞപ്പോൾ y ഓഫ് 0.2 കിട്ടി, 0.826 എന്ന്. സെക്കൻഡ് അപ്രോക്സിമേഷനിൽ നമുക്ക് y ഓഫ് 0.4 കിട്ടി. ഇനി തേർഡ് അപ്രോക്സിമേഷൻ എന്താണ്? y ഓഫ് 0.6 എന്ത് കിട്ടി? 1.6372 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വേണമെങ്കിൽ ഇതിനെ ഒരു ടേബിൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയാണ് ടേബിൾ ആക്കുന്നത്? എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ആണ്. എക്സിന് 0 ആയിരിക്കുമ്പോൾ 0.5 എന്നുണ്ടായിരുന്നു. അടുത്തെന്താണ്? എക്സിന് 0.2 വന്നപ്പോൾ എന്താണ്? അതെല്ലാം കൂടെ ടേബിൾ എഴുതിയാൽ മതി. 0.826. എക്സിന് 0.4 വരുമ്പോൾ 1.2069. അടുത്തെന്താണ്? വൈക്ക് 0.6 വരുമ്പോൾ 1.6372. കണ്ടോ? നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.